വിശക്കുന്നുണ്ടോ? ഏ പാസ്ത ഇഷ്ടമാണോ? എന്തായാലും ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ പാസ്ത റെസിപ്പി ഉണ്ടല്ലോ. ഏ വായോ. ഇത് ശരിക്കും പാസ്ത അല്ല കേട്ടോ, മാക്രോണിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും എടുത്തോ. പിന്നെ ഇതിനകത്ത് എണ്ണ ഒഴിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ഉപ്പിടുന്നുണ്ട്. പിന്നെ എൻ്റെ കുട്ടി കുട്ടി ട്രാൻസിഷൻസ് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ചേച്ചി? ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച കുഴപ്പമില്ലല്ലേ? ചെറുതായിട്ടൊന്ന് ഒത്തിട്ടുണ്ടല്ലേ? കയ്യിൽ പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ നിങ്ങളിട്ടോ. ബട്ടർ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പക്ഷെ ഒന്നുകൂടെ എന്താ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാതിരിക്കണ്ട. നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുത്തോട്ടോ. പിന്നെ ഇതെൻ്റെ തട്ടിക്കൂട്ട്, എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ക്യാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ. സവാള ഇടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനെല്ലാം തട്ടിക്കൂട്ട് പെട്ടെന്ന് വിശക്കുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഗാർലിക് ഇടാൻ ഞാൻ ഉള്ളത് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഗാർലിക് എൻ്റെ അകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്ലിപ്പിൻ്റെ അകത്തില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഗാർലിക് ഇടണം കേട്ടോ, മറക്കരുത്. പിന്നെ മൈദ എടുക്കുക, ബട്ടറിലിട്ടിട്ട് മൈദ ഇട്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും പറഞ്ഞുതരും. ബട്ടർ ഇടുക, കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പാൽ കുറച്ചായിട്ട് ഒഴിക്കണം, അല്ല കട്ട ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത്ര ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഓർഗാനോ ഒക്കെ ഇടണോ. പക്ഷെ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തിട്ടിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലുള്ള മാക്രോണിയോ അല്ല ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്നുള്ളൊരു വിശപ്പിന് ആശ്വാസം, ശമനം ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കേടാ, ബൈ.